വേൾഡ് ക്യാറ്റ് മിഷൻ നയിക്കുന്ന ഭാരതയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കർണാടകയിലെ രാമനഗര ഡിസ്ട്രിക്റ്റിലെ ബസവനപുര വില്ലേജിലാണ്. ഈ വില്ലേജിൽ നമ്മുടെ പ്രിയപ്പെട്ട സജി ചേട്ടൻ്റെ വള കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് പരിചയപ്പെടുത്തിയ മധുവാണ് നമ്മളോട് കൂടെയുള്ളത്. മധു ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് മൽബറിയാണ്. ആ മൽബറി കൃഷിയുടെ വിവരങ്ങളും കർഷകർ നേടുന്ന പ്രശ്നങ്ങളും അവരെവിടെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയും കൂടുതലായി മനസ്സിലാക്കാനാണ് മധു ഇന്ന് രാവിലെ മുതൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. പട്ടുനൂൽ പുഴു കൃഷി ചെയ്ത് അത് പട്ടുനൂലിനെ ഭക്ഷിക്കുന്ന രീതിയിലേക്ക് ആക്കുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതൊരു ഇടവിളയായി കൃഷി ചെയ്യുന്നതാണ്. തെങ്ങിന്റെ ഇടവിളയാണ്. സിൽക്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബസവനപുരയിലെ ഗ്രാമങ്ങൾ നമുക്ക് കാണാം, കൃഷിയെ കാണാം, പ്രത്യേകിച്ച് മൽബറി കൃഷിയെ കാണാം. പിന്നെ ഞങ്ങളുടെ ഭാരതയാത്രയുടെ ഒരു അതിഥി കൂടെ ഈ കൃഷി വയനാട്ടിലെ നല്ലൊരു പൈനാപ്പിൾ കർഷകനാണ് അല്ലേ, മലബാറിലെ പൈനാപ്പിൾ കർഷകൻ, എറണാകുളം ജില്ലക്കാരൻ നമ്മളോടൊപ്പം ഇന്നും ഇന്നലെയുമായി നമ്മുടെ കൂടെയുണ്ട്, പോൾ പി ചേട്ടൻ. അപ്പോൾ പോൾ പി ചേട്ടനെ അതുപോലെ മധുവും ചേർന്ന് ഈ മറ്റു വിശേഷങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഓക്കെ. പട്ടുനൂൽ പുഴു മുട്ടകൾ സെറിഫെഡ് പോലുള്ള അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. മുട്ടകൾ ഒരേ സമയം വിരിയുന്നതിനും ആരോഗ്യമുള്ള പുഴുക്കൾ ഉണ്ടാകുന്നതിനും പുഴു വളർത്തുന്ന മുറിയിൽ 25 ഡിഗ്രി ചൂടും 80% അന്തരീക്ഷ ഈർപ്പവും ഉണ്ടായിരിക്കണം. പിരിഞ്ഞ ഉടനെ പുഴുക്കൾക്ക് വളരെ ചെറുതായി മുറിച്ച തളിരിലകളാണ് ഭക്ഷണമായി കൊടുക്കുക. ക്രമേണ മൂപ്പെത്തിയ ഇലകൾ കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ 1, 2 ദശയിലെ പുഴുക്കളെ ചാക്കിപ്പുഴുക്കൾ എന്നാണ് പറയുക. അവയ്ക്ക് വലിയ പുഴുക്കളെ അപേക്ഷിച്ച് കൂടുതൽ ഊഷ്മാവും ഈർപ്പവും ആവശ്യമായതിനാൽ ഇവയെ മെഴുകുകടലാസിൽ പൊതിഞ്ഞാണ് വളർത്തുക. ചാക്കിപ്പുഴുക്കൾക്ക് ദിവസവും 2 തവണ തീറ്റ നൽകിയാൽ മതി. മുട്ട വിരിഞ്ഞ് 3 ദിവസമാകുമ്പോഴാണ് മോൾട്ടിംഗ് ആരംഭിക്കുക. പുഴു വളരുന്നതനുസരിച്ച് ഇലയുടെ അളവും പുഴുത്തടത്തിൻ്റെ വിസ്തീർണവും വർദ്ധിപ്പിക്കണം. അവസാന ഘട്ടത്തിൽ കൊക്കൂൺ ഉണ്ടാക്കാൻ പാകമായ പുഴുക്കൾ സുതാര്യമാവുകയും തീറ്റയെടുക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. അവ തല ഉയർത്തിപ്പിടിക്കുകയും ഈർപ്പം കൂടുതലുള്ള കാഷ്ടം വിസർജിക്കുകയും ചെയ്യുന്നു. അത്തരം പാകമായ പുഴുക്കളെ കൂടുകൂട്ടാനായി യഥാസമയം നെട്രികയിലോ റോട്ടറിയിലോ ഇടണം. സ്പിന്നിംഗ് സമയത്ത് 24 ഡിഗ്രി ഊഷ്മാവും 64% മുതൽ 65% വരെ അന്തരീക്ഷ ഈർപ്പവും ധാരാളം വായുസഞ്ചാരവും ആവശ്യമാണ്. കൊക്കൂൺ ഉണ്ടാക്കി തുടങ്ങി 5-ാം ദിവസമോ 6-ാം ദിവസമോ കൊക്കൂണുകൾ ശേഖരിക്കാം. കേരളം പല കാര്യങ്ങൾക്കും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാറുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ്. സഹ്യപർവ്വത നിരകൾ കടന്ന അയൽ സംസ്ഥാനത്തിലെ ചരക്ക് വണ്ടികൾ കേരളത്തിലേക്ക് എത്തിയില്ല എങ്കിൽ മലയാള നാട് പട്ടിണിയിലാകും. നമ്മുടെ നാട്ടിൽ തൊഴിൽ തേടി അതിഥി തൊഴിലാളികൾ എത്തിയില്ല എങ്കിൽ നമ്മുടെ കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും തകരും. ഇത്തരം കാര്യങ്ങൾ ഒരു അപമാനമായി കരുതിയിരുന്ന ഞങ്ങൾക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനം തോന്നിയ ഒരു വിവരം അവിടെ നിന്ന് ലഭിക്കുകയും അത് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അതെന്താണെന്നല്ലേ, ഇവിടത്തെ കൃഷിക്കാർ ഭൂരിഭാഗവും വളത്തിനായി ആശ്രയിക്കുന്നത് കേരളത്തിനെയാണ്. ഇവിടത്തെ തന്നെ തെങ്ങിനും വാഴയ്ക്കും മൽബറിക്കും മറ്റു പച്ചക്കറികൾക്കും ഇവർ വളമായി ഉപയോഗിക്കുന്ന സദേൻ ഓർഗാനോ ഫോസ്ഫേറ്റ് ആൻഡ് പൊട്ടാഷ് എന്ന കമ്പനിയുടെ സൂപ്പറാഷ് എന്ന വളമാണ് എന്നറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നി. അത് ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് എന്നറിഞ്ഞതും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു. Second quality, low. Third quality.
എനിക്കെന്തിനാ? അപ്പോൾ നമ്മൾ പട്ടുനൂൽ പുഴു കൃഷി പിന്നെന്താ സിൽക്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ അവിടുത്തെ പട്ടുനൂൽ പുഴുവും അതിന് ഭക്ഷണമായിട്ട് മൽബറി കൃഷി ചെയ്യുന്നതും അത് എങ്ങനെ സംസ്കരിക്കുന്നു, അത് എവിടെ വെക്കുന്ന മാർക്കറ്റും എല്ലാം കണ്ടു ചെയ്തു. മധുച്ചേട്ടൻ്റെ കൃഷി രീതികളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ജീവിത ശൈലിയും ഫീഡും കണ്ടു, ഗല്ലിയും കണ്ടു, ജീവിത ശൈലികളെല്ലാം മനസ്സിലാക്കി. ഇനി മൽബറി കൃഷിയിൽ നിന്നും മൽബറി കൃഷി, പട്ടുനൂൽ കൃഷി, ഈ രണ്ട് കൃഷിയും സംയുക്തമായി പറയാലോ. ഈ രണ്ട് കൃഷിയിൽ നിന്നും മാറ്റി മറ്റൊരു പുതിയ കൃഷിയുടെ വിശേഷവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.